സ്റ്റുഡൻസ്, ലൊക്കേഷൻ ഓഫ് റൂട്ട്സ് തിയറത്തിൻ്റെ കണ്ടിന്യൂഷൻ ആണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ബൈസെക്ഷൻ്റെ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നു. നമ്മൾ ആദ്യത്തെ ബൈസെക്ഷനിൽ മിഡ് പോയിന്റ് a1+b1/2 കണ്ടുപിടിക്കുന്നു. രണ്ടാമത്തെ ബൈസെക്ഷനിൽ നമ്മൾ അസ്യൂം ചെയ്തത് കേസ് 2 സംഭവിച്ചു എന്ന് അസ്യൂം ചെയ്തു. ലെഫ്റ്റ് സൈഡിലെ ഹാഫ് വിഡ്ത്തുള്ള ഇൻ്റർവെലിൻ്റെ മിഡ് പോയിന്റ് കണ്ടുപിടിച്ചു. P2 കിട്ടുന്നു. ഇങ്ങനെ അങ്ങ് പോയി kth ബൈസെക്ഷനിൽ നിങ്ങൾക്ക് മിഡ് പോയിന്റ് PK കിട്ടുന്നത് എങ്ങനെയാണ് എന്ന് അസ്യൂം ചെയ്യാം. PK ഈക്വൽ ടു ആ സമയത്ത് ഇൻ്റർവെൽ IK ആയിരിക്കും. IK AK BK n പോയിന്റ്സ് ഉള്ള ഇൻ്റർവെൽ ആയിരിക്കും. അപ്പോൾ PK ഈക്വൽ ടു AK + BK / 2. PK എന്ന് പറയുന്നത് P1 എന്ന് പറയുന്നത് ആദ്യത്തെ ഇൻ്റർവെലിൻ്റെ മിഡ് പോയിന്റ്, P2 എന്ന് പറയുന്നത് അതിൻ്റെ ഹാഫിൻ്റെ മിഡ് പോയിന്റ്. അപ്പോൾ പിന്നെ അതിൻ്റെയും പകുതി ഏതെങ്കിലും ഒരു പകുതിയുടെ മിഡ് പോയിന്റ് ആയിരിക്കും. എനിവേ വി നോ ദാറ്റ് ദിസ് ഈസ് എ മെമ്പർ ഓഫ് ഓപ്പൺ ഇൻ്റർവെൽ AB. ഈ PK ഓപ്പൺ ഇൻ്റർവെൽ ABയിലെ മെമ്പർ ആയിരിക്കും എന്ന് നമുക്കറിയാം. ഇനി സംഭവിക്കാവുന്നത് നേരത്തെ പോലെ തന്നെ f of PK ഒരു പോയിന്റ് കിട്ടി. PK is a point of open interval AB. It is a point of the closed interval AB or in the domain of the function f from I to R. അതിലെ Iയിലെ പാർട്ടാണ്. അതുകൊണ്ട് നമുക്ക് f of PK കണ്ടുപിടിക്കാം. f of PK ചിലപ്പോൾ 0 ആകാം. f of PK 0 ആണെങ്കിൽ PK ഈക്വൽ ടു C. നമ്മൾ തിയറത്തിൽ കണ്ടുപിടിക്കേണ്ട സിയുടെ വാല്യൂ നമുക്ക് കിട്ടി എന്ന് പറയാം. അല്ലെങ്കിൽ f of PK ഗ്രേറ്റർ ദാൻ 0 ആകാം ഒന്നുകിൽ, അല്ലെങ്കിൽ f of PK ലെസ് ദാൻ 0 ആകാം. അപ്പോഴും നമ്മൾ ഇതുപോലെ അടുത്ത എൻ പോയിന്റ്സ് തീരുമാനിക്കുന്നു. f of PK ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമ്മൾ അപ്പോഴത്തെ നിലവിലത്തെ ലെഫ്റ്റ് എൻ പോയിന്റിനെ A1 ഇരിക്കുമ്പം A2നെ അവിടുത്തെ ലെഫ്റ്റ് എൻ പോയിന്റ് ആയിട്ട് തീരുമാനിച്ചു. അപ്പോൾ ഇനി നമുക്ക് AK+1 BK+1 എന്ന് പറയുന്ന ഇൻ്റർവെൽ AK BK കയ്യിലുണ്ട്. ഈ ഇൻ്റർവെലാണ് തീരുമാനിക്കേണ്ടത്. f of PK ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ലെഫ്റ്റ് എൻ പോയിന്റ് ലെസ് ദാൻ 0, റൈറ്റ് എൻ പോയിന്റ് ഗ്രേറ്റർ ദാൻ 0 എന്നൊരു പാറ്റേണിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ f of PK ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ AK+1 എന്ന് പറയുന്നത് AK തന്നെയാവും. BK+1 എന്ന് പറയുന്നത് നമ്മുടെ PK ആവും. ഇനി അടുത്ത ഇൻ്റർവെൽ IK+1 എന്ന് പറയുന്നത് AK+1 BK+1 എന്ന് നമുക്ക് എഴുതാം. f of PK ലെസ് ദാൻ 0 ആണെങ്കിലോ ലെഫ്റ്റ് എൻ പോയിന്റ് PK ആകും, റൈറ്റ് എൻ പോയിന്റ് AK+1 ഈക്വൽ ടു PK ആകും. BK+1 റൈറ്റ് എൻ പോയിന്റ് നമുക്ക് BK എന്ന് എഴുതാൻ സാധിക്കും. അപ്പോഴും IK+1 K+1 ഇൻ്റർവെലിൻ്റെ പേര് അപ്പോഴും സെയിം AK+1. എൻ പോയിന്റ്സ് ആ കേസ് അനുസരിച്ച് മാറി വരുന്നുള്ളൂ. AK+1 BK+1 എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. ഹിയർ വി ക്യാൻ സേ ദാറ്റ് IK എന്ന് പറയുന്നത് ഇതിനെയും പിന്നെ ഡിവൈഡ് ചെയ്തു. അത് ഈ സൈഡ് ആവണമെന്നില്ല, ഈ സൈഡ് ആകാം. IK+1 എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് വരും. ദാറ്റ് മീൻസ് IK ഈസ് എ സൂപ്പർ സെറ്റ് ഓഫ് IK+1 ചെറുതാണ്, പകുതി വിഡ്ത്തുള്ള ഇൻ്റർവെലാണ്. IK ഈസ് എ സൂപ്പർ സെറ്റ് ഓഫ് IK+1. Or in general, we can find bisections Pn, and using bisections we can find intervals In equal to closed interval An. In general An Bn ഫോമിലുള്ള intervals നമുക്ക് ഫോം ചെയ്യാം. And this forms A1 B1 is this closed interval AB. A2 B2 second interval is either the first half or the second half of the interval. This is happening in each of the bisections. So we have I1 superset of I1 closed interval AB En A E B. I2 എന്ന് പറയുന്നത് ഒന്നുകിൽ A P1 അല്ലെങ്കിൽ P1 B, ഇതിലേതെങ്കിലും ആയിരിക്കും. പിന്നെ അതിനെ ബൈസെക്ട് ചെയ്തിട്ടുണ്ട് ആദ്യത്തെ ഹാഫോ രണ്ടാമത്തെ ഹാഫ് ആയിരിക്കും I3. ദാറ്റ് മീൻസ് I1 superset of I2 superset of I3 superset of etc. superset of In superset of അടുത്തതുണ്ട് In+1 സൂപ്പർ സെറ്റ് ഓഫ് എക്സെട്ര. ഈക്വൽ ടു കൊടുക്കേണ്ട കാര്യമില്ല, എക്സാക്ട്ലി അകത്ത് തന്നെ ആയിരിക്കും. ദിസ് ഇസ് എ നെസ്റ്റഡ് സീക്വൻസ് ഓഫ് ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇൻ്റർവൽസ്. എല്ലാം മിഡ് പോയിന്റ്സ് വെച്ച് ക്ലോസ്ഡ് ഇൻ്റർവൽസ് ആണ് പറയുക. ക്ലോസ്ഡ് ഇൻ്റർവൽ ABയുടെ സബ് ഇൻ്റർവൽസ് ആണ്. ക്ലോസ്ഡ് ഇൻ്റർവൽ AB തന്നെ ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ആയിരുന്നു. ഇതെല്ലാം ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇൻ്റർവൽസ് ആണ്. നെസ്റ്റഡ് ഇൻ്റർവൽ പ്രോപ്പർട്ടി നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്. നെസ്റ്റഡ് ഇൻ്റർവൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇൻ്റർവൽസിനൊരു കോമൺ പോയിന്റ് ഉണ്ടാവും. ഇവിടെ സൈ എന്നാണ് നമ്മൾ നെസ്റ്റഡ് ഇൻ്റർവൽ പ്രോപ്പർട്ടിയിൽ ആ പോയിന്റിന് ഡിനോട്ട് ചെയ്തത്. ഇവിടെ നമുക്ക് അതിൻ്റെ പേര് C എന്ന് വേണം. There exists a common point and
common point is within the interval. C element of open interval. C element of all the intervals. C element of an, bn. എല്ലാ നെസ്റ്റഡ് സീക്വൻസിലെ എല്ലാ ഇൻട്രവൽസ് I1 I2 I3 എല്ലായിടത്തുള്ള C element of an bn for all n. C element of an bn എന്നുള്ളത് കൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം, an is less than C less than bn എന്ന് നമുക്ക് എഴുതാം. ഇനി ഇതിൽ നിന്ന് ഞാൻ an സബ്ട്രാക്ട് ചെയ്യുവാണ്. അപ്പോൾ 0 ലെസ് ദാൻ C മൈനസ് an ലെസ് ദാൻ bn മൈനസ് an എന്ന് നിങ്ങൾക്ക് കിട്ടും. എല്ലാ ഇൻട്രവൽസിന്റെ എൻ പോയിന്റ്സ് an bn വെച്ച് ഇത് ശരിയാണെന്നാണ്. Then we take the limit. Here limit is 0. Here limit is bn minus an. ആദ്യത്തെ ഇൻട്രവൽ അതിന്റെ പകുതി, ഈ പ്രോസസ് ഇങ്ങനെ റിപ്പീറ്റ് പകുതി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഫിനിറ്റ്ലി റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഇൻട്രവൽ കുറഞ്ഞ് 0യിലേക്ക് ലെന്ത് പോകും. bn minus an means b minus a is this total length, b2 minus a2 it's half length. അങ്ങനെ പകുതി ആയിക്കൊണ്ടിരിക്കുകയാണ്. bn minus an will tend to 0. Therefore by squeeze theorem, limit of this, limit of c minus an, limit c minus an as n tends to infinity equal to 0. That means limit an equal to c. Limit of an equal to c. C is a constant. Limit c is c. So c minus limit an now, limit an equal to c എന്ന് നിങ്ങൾക്ക് കിട്ടും. ഇനി ഇതിൽ നിന്ന് എല്ലാ ടേംസിൽ നിന്നും bn സബ്ട്രാക്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ an മൈനസ് bn ആവും, ഇവിടെ bn സബ്ട്രാക്ട് ചെയ്യുക, c മൈനസ് bn ആവും, ഇവിടെ bn മൈനസ് bn ആവും. അപ്പോൾ ലിമിറ്റ് c മൈനസ് bn ഇതേപോലെ an പകരം bn എന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ലിമിറ്റ് bn ഈക്വൽ ടു c എന്ന് കിട്ടും. ലിമിറ്റ് bn ഈക്വൽ ടു c മുഴുവൻ എഴുതണം എന്ന് നിർബന്ധമില്ല. ആദ്യം പ്രൂഫ് സിമിലർലി എന്ന് പറഞ്ഞാൽ മതി. ഈ പറഞ്ഞ കാര്യത്തിൽ ലിമിറ്റ് an c എന്നും കിട്ടി, ലിമിറ്റ് bn c എന്നും കിട്ടി. ഈ an-ഉം bn-ഉം c-യും ഒക്കെ എന്താണ്? ഇതെല്ലാം ഇന്റർവൽ ഐയിലെ പോയിന്റ്സ് ആണ്. a b ആർ ദ n പോയിന്റ്സ് ഓഫ് ദ ക്ലോസ്ഡ് ഇന്റർവൽസ്. അതിൽ നിന്ന് സബ് ഡിവൈഡ് ചെയ്ത് കിട്ടിയതൊക്കെയാണ് നമ്മളുടെ an-കളും bn-കളും. c എല്ലാ ഇന്റർവെലിലെയും പോയിന്റ് ആണ്. ദാറ്റ് മീൻസ് ഓൾ ആർ പോയിന്റ്സ് ഓഫ് i. an, bn, c all are points of i. Consider the function f from I to r is continuous. Continuous function ആണെങ്കിൽ കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷൻ അവിടുത്തെ എല്ലാ പോയിന്റ്സിനും അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ പോയിന്റിൽ കണ്ടിന്യൂറ്റി ഉണ്ട്. സിയിലേക്ക് ലിമിറ്റ് an ഈക്വൽ ടു c മീൻസ് സിയിലേക്ക് കൺവേർജ് ചെയ്യുന്ന ഒരു സീക്വൻസ് ആണ് നമുക്കുള്ളത്. an ടെൻസ് ടു c. ദെൻ ബൈ സീക്വൻഷ്യൽ ക്രൈറ്റീരിയ ഓഫ് കണ്ടിന്യൂറ്റി f ഓഫ് an എന്ന് പറയുന്ന സീക്വൻസ് എങ്ങോട്ട് പോകും? ഫംഗ്ഷണൽ വാല്യൂസിലേക്ക് പോകും. സിയിലേക്ക് കൺവേർജ് ചെയ്യുന്ന ഒരു സീക്വൻസ് ഉള്ളപ്പോൾ ഫംഗ്ഷണൽ വാല്യൂസ് എഫ് സിയിലേക്ക് കൺവേർജ് ചെയ്യും. അതുപോലെ ലിമിറ്റ് bn c ആണ്. bn ടെൻസ് ടു c. സിമിലർലി f ഓഫ് bn ഓൾസോ ടെൻസ് ടു c. ടെൻസ് ടു f ഓഫ് c. ഈ സീക്വൻസസ് രണ്ടും f ഓഫ് സിയിലേക്ക് പോകും. ഇനി നമ്മളിപ്പോൾ ഈ അസംഷനിലാണ് മുന്നോട്ട് പോയിരിക്കുന്നത്. f ലെസ് ദാൻ 0 ലെസ് ദാൻ f b എന്നുള്ള അസംഷനിലാണ് പോയിരിക്കുന്നത്. അപ്പോൾ എല്ലാ ഇന്റർവെല്ലിലും നമ്മുടെ ലെഫ്റ്റ് എൻഡ് പോയിന്റ് നെഗറ്റീവും റൈറ്റ് എൻഡ് പോയിന്റ് പോസിറ്റീവുമാണ്. ദാറ്റ് മീൻസ് f ഓൾവേസ് നെഗറ്റീവ്. ഇതെപ്പോഴും നെഗറ്റീവാണ്, ഇതെപ്പോഴും പോസിറ്റീവാണ്. ആ അർത്ഥത്തിൽ f(ന്റെ ലിമിറ്റ് എന്നുള്ള നിലയിലൊരു നെഗറ്റീവ് നമ്പറാണ്. f(b)ന്റെ ലിമിറ്റ് എന്നുള്ള നിലയിലൊരു പോസിറ്റീവ് നമ്പറാണ്. f(c) ഒരേ നമ്പറാണ്, അത് നെഗറ്റീവും പോസിറ്റീവും ആണ് എന്ന് പറയുമ്പോൾ പിന്നെ ഒരു റിയൽ നമ്പർ പോസിറ്റീവും നെഗറ്റീവും ആണ് എന്ന് പറയാൻ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ഇല്ല എന്നല്ല, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ദാറ്റ് മീൻസ് f ഓഫ് c ഈക്വൽ ടു 0. ഇത് ഈ സീക്വൻസിന്റെ നെഗറ്റീവ് സീക്വൻസിന്റെ ലിമിറ്റ് എന്ന നിലയിൽ നെഗറ്റീവ് ആണ്. fb എന്ന് പറയുന്ന പോസിറ്റീവ് വാല്യൂ ഉള്ള സീക്വൻസിന്റെ ലിമിറ്റ് എന്ന നിലയിൽ പോസിറ്റീവ് ആണ്. അപ്പോൾ പോസിറ്റീവിന്റെയും ലിമിറ്റായ fc പോസിറ്റീവ് ആകും നെഗറ്റീവ് ആകും എന്ന് പറയേണ്ടി വരും. ദിസ് ഇസ് പോസിബിൾ ഓൺലി വെൻ fc ഈക്വൽ ടു 0. ദാറ്റ് ഇസ് fc ഈക്വൽ ടു 0 അറ്റ് c എലമെന്റ്. c is a common point of the nested sequence of intervals. ആ ഇന്റർവൽസ് എല്ലാം ആദ്യത്തെ വാല്യൂ ഇന്റർവെലിൽ നിന്നുണ്ടായതാണ്. അപ്പോൾ അതിനെ ബൈസെക്ട് ചെയ്താണ് നമുക്ക് പോയിന്റ് c കിട്ടിയിരിക്കുന്നത്. ദാറ്റ് മീൻസ് c ഈസ് വിത്തിൻ ദ ഇന്റർവൽ ഫസ്റ്റ് ഇന്റർവൽ, ക്ലോസ്ഡ് ഇന്റർവൽ a bയുടെ അകത്തുള്ളൊരു പോയിന്റാണ്. എയും ബിയും ആകുകയല്ല c എന്ന് ഉറപ്പാണ്. f(a)യും 0 അല്ല, f(b)യും 0 അല്ല. അപ്പോൾ c ഈസ് എ പോയിന്റ് of open interval AB. C element of open interval AB. That is under these conditions, there exists a point C within the interval such that FC equal to C. അപ്പോൾ ഇവിടെ നമ്മൾ ഡീൽ ചെയ്യാത്തൊരു കേസ് ഉണ്ട്. FA greater than 0 greater than FB എന്നൊരു കേസ് നമ്മൾ ഡീൽ ചെയ്യാനുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനനുസരിച്ച് ഇതേപോലെ തന്നെ നമുക്ക് പ്രൂഫ് കൊടുക്കാൻ സാധിക്കും. FA പോസിറ്റീവും
എഫ് എ പോസിറ്റീവും എഫ് ബി നെഗറ്റീവും. എഫ് എ പോസിറ്റീവ്. അപ്പോൾ ഫസ്റ്റ് എൻ പോയിന്റ് ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ്. നമ്മൾ എൻ പോയിന്റ്സ് എഴുതുമ്പോൾ ആദ്യത്തെ എൻ പോയിന്റ് പോസിറ്റീവ്, രണ്ടാമത്തെ എൻ പോയിന്റ് നെഗറ്റീവ്. അപ്പോൾ ആദ്യത്തെ സീക്വൻസ് പോസിറ്റീവ് ലിമിറ്റും തരും. എഫ് എൻ്റെ സീക്വൻസ് പോസിറ്റീവ്, ഇവിടെയാണ് വ്യത്യാസം, പോസിറ്റീവ് ലിമിറ്റും തരും. എഫ് ബി എൻ്റെ സീക്വൻസ് നെഗറ്റീവ് ലിമിറ്റും തരും. അത്രേ വ്യത്യാസമുള്ളൂ. ബാക്കി ബൈസെക്ഷൻസും എല്ലാം സെയിം ആയിരിക്കും. നമ്മൾ ഉപയോഗിക്കുന്നത് നെസ്റ്റഡ് ഇന്റർവൽ പ്രോപ്പർട്ടി തന്നെയായിരിക്കും. എനിവേ, in this case, fa less than 0 less than fb, or in the other case, fa greater than 0 greater than fb, we can prove that there exists a point c element of open interval ab such that fc equal to 0. This is a proof of location of Roots theorem. This can be used to locate roots of a function. If we are given a function f of x, if it is x square minus 1 equal to 0, then we can factorize x square minus 1 equal to 0, x minus 1 into x minus 2 equal to 0 എന്നാണ്. x minus 1 into x plus 1 equal to 0 എന്നാണ്. മൈനസ് 1 1 റൂട്ട് എന്നൊക്കെ അറിയാം. പക്ഷെ എല്ലായിടത്തും അങ്ങനെ റൂട്ട്സ് അറിയത്തില്ല. സപ്പോസ് ദാറ്റ് വി ആർ ഗിവൺ x square minus 2 equal to 0. ഇത് ഫാക്ടറൈസ് ചെയ്തിട്ട് പറയത്തില്ല. അത് x square equal to 2 ആകുന്ന, അല്ലെങ്കിൽ x equal to root 2 ആണ്. റൂട്ട് 2ന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ഈ ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാം. ഇത് മറ്റേതുപോലെ ഒരു ഡെസിമൽ ഇല്ലാത്ത വാല്യൂ അല്ല. റൂട്ട് 1.414 എന്നൊക്കെ നമ്മൾ എഴുതുമെങ്കിലും അതിനൊരുപാട് ഡെസിമൽ പോയിന്റ്സ് ഇനിയും കറക്റ്റായിട്ട് പറയാനുള്ളതാണ് എന്ന് നമുക്കറിയാം. അത് നമുക്ക് എത്ര എണ്ണം വേണേലും കണ്ടുപിടിക്കാൻ ലൊക്കേഷൻ ഓഫ് റൂട്ട്സ് തിയറത്തിൽ ഒരു മാർഗം ഉണ്ടാകുന്നുണ്ട്. റൂട്ട് 2ന്റെ വാല്യൂ 1 സ്ക്വയർ ഈക്വൽ ടു 1, 2 സ്ക്വയർ ഈക്വൽ ടു 4, എക്സ് സ്ക്വയർ ഈക്വൽ ടു 2 എന്ന് വരുമ്പോൾ ഇതിനിടയ്ക്ക് 1നും 2നും ഇടയ്ക്കുള്ള ഒരു നമ്പറാണ്. അപ്പോൾ നമ്മൾ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി, ക്ലോസ്ഡ് ഇന്റർവൽ 1 2 ആയിട്ട് സെലക്ട് ചെയ്യും. അതിനെ ബൈസെക്ട് ചെയ്യുമ്പോൾ 1.5 കിട്ടും. എഫ് ഓഫ് 1.5 വിൽ ബി, എഫ് ഓഫ് 1 വിൽ ബി 1 സ്ക്വയർ മൈനസ് 2, 1 മൈനസ് 2. എഫ് ഓഫ് 1 ഈസ് നെഗറ്റീവ്, ദ അതർ വൺ ഈസ് പോസിറ്റീവ്. 1.5 നമുക്ക് വീണ്ടും പോസിറ്റീവ് വാല്യൂ കിട്ടും. 1 1.5 എന്ന പുതിയ ഇന്റർവൽ, രണ്ടാമത്തെ ഇന്റർവൽ കിട്ടും. അതിനെ നമ്മൾ വീണ്ടും ബൈസെക്ട് ചെയ്യും. 1.25 1.5 എന്ന് കിട്ടും. 1.25 1.5 ഒരു പാർട്ട്, മറ്റേത് 1 1.25. 1.25 1.5ലാണ് റൂട്ട് കിടക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് റൂട്ട് ഉണ്ടാവും. പിന്നെ നമ്മൾ ഇതിനെ ബൈസെക്ട് ചെയ്യും. അങ്ങനെ ബൈസെക്ട് ചെയ്ത് ഈ ഇന്റർവലിന്റെ വിഡ്ത്ത് തീരെ കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാം. ഇന്റർവലിന്റെ വിഡ്ത്ത് കുറയുക എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞ 1 വിഡ്ത്തുള്ള ഒരു ഇന്റർവെല്ലാണ് ആദ്യം പറഞ്ഞത്. പിന്നെ ഹാഫ് വിഡ്ത്തുള്ള ഒരു ഇന്റർവൽ, പിന്നെ 0.25 വിഡ്ത്തുള്ള ഇന്റർവൽ. അതിങ്ങനെ കുറഞ്ഞ് ഡെസിമൽ പോയിന്റ്സിൽ വ്യത്യാസം, എൻ പോയിന്റ്സ് തമ്മിൽ തീരെ വ്യത്യാസമില്ലാതെ വരുന്നതായിട്ട് നമുക്ക് കാണാം. അങ്ങനെ നമുക്ക് റൂട്ട്സിനെ ഐഡന്റിഫൈ ചെയ്യാം. അപ്പോൾ ഫങ്ഷൻസിന്റെ റൂട്ട്സ് കണ്ടുപിടിക്കാൻ, അത് പോളിനോമിയൽസ് ആകാം, ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് ആകാം, അത്തരം ഫങ്ഷൻസിന്റെ റൂട്ട്സ് കണ്ടുപിടിക്കാൻ ലൊക്കേഷൻ ഓഫ് റൂട്ട്സ് തിയറം നമുക്ക് ഉപയോഗിക്കാം. അതെങ്ങനെ ഉപയോഗിക്കും എന്നുള്ളത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണും. തിയറം നന്നായിട്ട് പഠിച്ച് നോട്ട്സ് എഴുതുക. താങ്ക് യു ഫോർ വാച്ചിങ്.